ഇടുക്കി വട്ടവടയിൽ നാളെ ബി.ജെ.പി. ഹർത്താൽ. CPM-ന്റെ കള്ളവോട്ട് തടഞ്ഞ ബി.ജെ.പി. പ്രവർത്തകരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. CPM അക്രമത്തിൽ വനിതാ ബി.ജെ.പി. പ്രവർത്തകർക്കുൾപ്പെടെ പരിക്കേറ്റു. 70.26% പോളിംഗാണ് ജില്ലയിൽ രേഖപ്പെടുത്തിയത്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായതിൽ ആശങ്കയിലാണ് മുന്നണികൾ. തൊടുപുഴ നഗരസഭയിൽ 77.36%, കട്ടപ്പന നഗരസഭയിൽ 69.56% പോളിംഗ് രേഖപ്പെടുത്തി. ബ്ലോക്ക് പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയത് ഇളന്തേശത്തും ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയത് അഴുതയിലുമാണ്. സീറ്റ് ഉപജനത്തിൽ പിണങ്ങി LDF-ലും UDF-ലും വിവിധ സ്ഥാനാർത്ഥികൾ വന്നത് ഇരു മുന്നണികളെയും പ്രതികൂലമായി ബാധിച്ചുവെന്നാണ് വിലയിരുത്തൽ. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ മന്ത്രി റോഷി അഗസ്റ്റിന്റെ വാർഡിൽ CPM-ഉം CPI-യും നേർക്കുനേരാണ് മത്സരിക്കുന്നത്. കട്ടപ്പന നഗരസഭയിലും ഇതേ പ്രതിസന്ധിയുണ്ട്. അതേസമയം പോളിംഗ് ശതമാനം കുറഞ്ഞത് BJP-ക്ക് ഗുണം ചെയ്യുമെന്ന് സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് പറഞ്ഞു. BJP-യുടെ പ്രവർത്തകരൊക്കെ കൃത്യമായിട്ട് പോളിംഗ് സ്റ്റേഷനിലെത്തി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വോട്ട് പെർസെന്റേജ് കുറഞ്ഞതിനകത്ത് BJP-ക്ക് ആശങ്കകളൊന്നുമില്ല. കാരണം BJP-ക്കുള്ള വോട്ട് എന്ന് പറയുന്നത് ഒരു മാറ്റത്തിനുള്ള വോട്ടാണ്. അത് കൃത്യമായിട്ടും ജനങ്ങൾ വിനിയോഗിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും BJP ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകും. കാരണം ഇതൊരു മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. ഇടതിനെയും വലതിനെയും പരീക്ഷിച്ച് പരാജയപ്പെട്ട ജനത ഒരു മാറ്റത്തിന് വേണ്ടി ചെയ്ത വോട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കറിയാം ഈ NDA-ക്ക് വീഴേണ്ട വോട്ടുകൾ കൃത്യമായിട്ടും അത് പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് ഒരു ആശങ്കയ്ക്കും വകയില്ല. ഇടുക്കി ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ കരിമ്പനിലും സിനിമാ താരം ആസിഫ് അലി കുമ്പങ്കല്ല് സ്കൂളിലും PJ ജോസഫ് പുറപ്പുഴ സ്കൂളിലുമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇതിനിടെ വട്ടവട ഗ്രാമപഞ്ചായത്തിൽ CPI ആക്രമണം അഴിച്ചുവിട്ടത് പ്രതിഷേധത്തിനിടയാക്കി. 3-ാം വാർഡ് കടവരിയിൽ BJP കള്ളവോട്ട് ആരോപിച്ചതിന് പിന്നാലെയാണ് CPI സ്ഥാനാർത്ഥി രാമരാജിന്റെ നേതൃത്വത്തിൽ ആക്രമണം നടത്തിയത്. BJP സ്ഥാനാർത്ഥിയെ പിന്തുണച്ച പാണ്ഡി, ലോകറാണി എന്നിവർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. സംഭവത്തിൽ പ്രതിഷേധിച്ച് BJP വട്ടവടയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. கட்சி இந்த சம்பவத்தை வன்மையாக வட்டவடை பஞ்சாயத்து கமிட்டியின் சார்பாக கண்டித்துக்கொண்டு நாளை இதை கண்டித்துக்கொண்டு வட்டவடை பஞ்சாயத்தில் முழு அடைப்பு நடத்துவதற்கு இங்கு இருக்கக்கூடிய பொதுமக்கள் அனைவரும் ஒத்துழைப்பு தர வேண்டும் என்று கேட்டுக்கொண்டு இதுபோலுள்ள அசம்பாவித சம்பவங்கள் இந்த பகுதியில் நிகழக்கூடாது. அதுபோல் அந்த பகுதியிலே ஓட்டெடுப்பு மிகவும் பாக்கி எங்கும் நடக்காத ரீதியிலே சமாதானமான முறையில் நடைபெறவில்லை. ஒரு குறைந்த அதை ரீபோலிங் நடத்த வேண்டும் என்று பாரதிய ஜனதா கட்சி இந்த கண்டன ஆர்ப்பாட்டத்தின் மூலம் കേട്ടുകൊള്ളുகிறது. നാളെ വട്ടവട പഞ്ചായത്തിൽ BJP ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. അതേസമയം പ്രശ്നമുണ്ടായ 3-ാം വാർഡിൽ റീപോളിംഗ് ആവശ്യപ്പെട്ട BJP നോർത്ത് ജില്ലാ കമ്മിറ്റിയും രംഗത്തെത്തി. വട്ടവടയിലെ അനിഷ്ട സംഭവങ്ങൾ ഒഴിച്ചാൽ ഇടുക്കി ജില്ലയിൽ പോളിംഗ് പൊതുവെ ശാന്തമായിരുന്നു. ഇനി 13-ാം തീയതി വരെയുള്ള കാത്തിരിപ്പാണ്. സുബിൻ തോമസ്, ജനം, ഇടുക്കി.